So the alignment should satisfy the minimum requirements of the side distance. So നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, alignment should satisfy the minimum requirement of the radius of curve. Okay, radius of curve ആയിരുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. Okay, so alignment should satisfy the minimum requirement of the radius of curve. Then next പറയുന്നതാണ് alignment should satisfy the minimum requirement of side distance. Okay, minimum side distance provide ചെയ്യണം. Okay, minimum radius of curve provide ചെയ്യണം. Then minimum side distance provide ചെയ്യണം. Okay, then design standards varies with the class of road and the terrain, and accordingly the highway should be aligned. Okay, so the design standards varies with the class of road and the terrain, and accordingly the highway should be aligned. Okay, so എങ്ങനെയാണ് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് എന്തിനൊക്കെ അനുസരിച്ചായിരിക്കും, ക്ലാസ് ഓഫ് റോഡിനനുസരിച്ച്. ഓക്കെ, ക്ലാസ് ഓഫ് റോഡിനനുസരിച്ച്, ദെൻ അതുപോലെ തന്നെ ടെറൈനനുസരിച്ച്, ഓരോ ടെറൈനനുസരിച്ച് ദെൻ എന്തായിരിക്കും, ഓരോ ടെറൈനനുസരിച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ക്ലാസ് ഓഫ് റോഡിനനുസരിച്ച്, സോ നാഷണൽ ഹൈവേ ആണോ സ്റ്റേറ്റ് ഹൈവേ ആണോ ദെൻ ഡിസ്ട്രിക്ട് റോഡ്സ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് എന്താണ് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഡിസൈൻ സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കണം ഏതിന്, നാഷണൽ ഹൈവേക്കും സ്റ്റേറ്റ് ഹൈവേക്കും. പക്ഷെ എന്താണ് ഡിസ്ട്രിക്ട് റോഡ്സിനും വില്ലേജ് റോഡ്സിനും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് കൊടുക്കണ്ട. ഓക്കെ, അതിനനുസരിച്ച് ഓരോ റോഡിനനുസരിച്ച് എന്താണ് ക്ലാസ് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് മാറുന്നുണ്ട്. ഓക്കെ, ദെൻ സോ അതാണ് ജോമെട്രിക് ഡിസൈനിൽ പറഞ്ഞത്. സോ ജോമെട്രിക് ഡിസൈനിൽ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഗ്രേഡിയന്റ്, ദെൻ റേഡിയസ് ഓഫ് കർവ്, ദെൻ സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഗ്രേഡിയന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഒരുപാട് പൊങ്ങിയും ഒരുപാട് താന്നും ഒന്നും കൊടുക്കരുത്. സോ ഒരു മിനിമം ആയിട്ടുള്ളൊരു ഗ്രേഡിയന്റ്, ദാറ്റ് ഈസ് വെഹിക്കിൾ യൂസേഴ്സിന് എന്താണ് ഒരു കംഫോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കർവ് എന്ന് പറയുന്നത് അതും ഒരു മിനിമം റേഡിയസ് ഓഫ് കർവ് കൊടുക്കണം. ഒത്തിരി ലാർജ് ആയിട്ടുള്ള കർവേച്ചർ ഒന്നും കൊടുക്കരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞ സൈഡ് ഡിസ്റ്റൻസ്. സോ സൈഡ് ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കണം കൊടുക്കേണ്ടത്. ദെൻ ഓരോ ക്ലാസ് ഓഫ് റോഡിനനുസരിച്ച് ദെൻ ടെറൈനനുസരിച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്കണോമി. ഓക്കെ, എക്കണോമി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്, കൺസ്ട്രക്ഷൻ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് ആൻഡ് ഓപ്പറേഷൻ കോസ്റ്റ് എല്ലാം മിനിമം ആയിരിക്കണം. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്ന മിനിമം ആവുന്നുള്ള രീതിയിൽ നമ്മൾ അലൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ സോ ദ അലൈൻമെന്റ് ഫൈനലൈസ്ഡ് ഷുഡ് ബി എക്കണോമിക്കൽ. ഫൈനലൈസ് ചെയ്യുന്ന അലൈൻമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ഓൾ ദ ത്രീ കോസ്റ്റ്, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷുഡ് ബി മിനിമം ആയിരിക്കണം. ഇതാണ് മെയിൻ പോയിന്റ്. എക്കണോമിയിലെ മെയിൻ പോയിന്റ് പറയുന്നത് എന്താണ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മിനിമം ആയിരിക്കണം. ഓക്കെ, ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ക്യാൻ ബി ഡിക്രീസ്ഡ് മച്ച് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ദ cutting and leveling. Okay, so construction cost can be decreased much if it is possible to maintain a balance between cutting and leveling. Okay, so നമ്മൾ അലൈൻമെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അലൈൻമെന്റ്, ഒരുപാട് കട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ ഒരുപാട് ലെവലിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ഏരിയാസ് ഒന്നും സെലക്ട് ചെയ്യരുത്. ഒരു മിനിമം ആയിട്ടുള്ള ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള പോർഷൻസ് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഒരു പോർഷൻസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു പോർഷൻസിൽ കൊണ്ടേ ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് അലൈൻമെന്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ അതാണ് പറയുന്നത്, ഒരുപാട് കട്ടിങ്സോ അല്ലെങ്കിൽ ഒരുപാട് ലെവലിങ്സോ കൊടുക്കേണ്ട രീതിയിലുള്ള പോർഷൻസ് നമ്മൾ കൊടുക്കരുത്. ഓക്കെ, സോ അതാണ് പറയുന്നത് കട്ടിംഗ് ആൻഡ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ക്യാൻ ബി ഡിക്രീസ്ഡ് മച്ച് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ദ കട്ടിംഗ് ആൻഡ് ലെവലിംഗ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് സെക്ഷൻ, ഇങ്ങനെ നമ്മുടെ സൈറ്റ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് രീതിയിലാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു റോഡ് സെക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെങ്കിൽ ദെൻ ഈ ഒരു പോർഷനിൽ സർഫസ്, നമ്മുടെ ഗ്രൗണ്ട് സർഫസ് എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് ആയിരിക്കും ഈ ഒരു പോർഷനിൽ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കട്ട് ചെയ്യണം. ഓക്കെ, കട്ട് ചെയ്യണം. ദെൻ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ട് സർഫസ് എന്ന് പറഞ്ഞാൽ റോഡ് സർഫസിനേക്കാൾ എന്താണെങ്കിൽ ബിലോ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു പോർഷനിൽ കൊണ്ട് ലെവലിംഗ് നടത്തണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത പോർഷൻസ് കൊണ്ട് ലെവൽ ചെയ്ത് അവിടെ കൊണ്ട് ലെവൽ ചെയ്യും. സോ അത് കട്ടിങ് ആൻഡ് ലെവലിംഗ് ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ,
Then try to avoid very high embankments and very deep cuttings. Okay, so very high embankments very deep cuttings നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, സോ വെരി ഹൈ എംബാക്ക്മെന്റ്സും വെരി ഡീപ്പ് കട്ടിങ്സും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദെൻ ആസ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വിൽ ബി വെരി ഹയർ ഇൻ ദിസ് കേസസ്. ഓക്കെ, സോ ദ ഒരുപാട് ഹൈ എംബാക്ക്മെന്റ്സ് അല്ലെങ്കിൽ ഹൈ കട്ടിങ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടും. ഓക്കെ, സോ നമ്മൾ എക്കണോമി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് മിനിമം ആയിട്ട് നിർത്തണം. അതുപോലെ തന്നെ കട്ടിങ് ആൻഡ് ഫില്ലിങ്ങിൽ ഒരു ബാലൻസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഹൈ എംബാക്ക്മെന്റ്സോ അല്ലെങ്കിൽ വെരി ഡീപ്പ് കട്ടിങ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടും. ഓക്കെ, സോ അതുകൊണ്ട് അതിനൊരു മിനിമം ലെവലിൽ നിർത്തണം. ഓക്കെ, ദെൻ അങ്ങനെയുള്ള അലൈൻമെന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്ന അതർ കൺസിഡറേഷൻസിൽ പറയുന്ന ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡ്രെയിനേജ്. ഓക്കെ, ഡ്രെയിനേജ്. സോ നമ്മൾ പ്രോപ്പർ ഡ്രെയിനേജ് ഓക്കെ പ്രൊവൈഡ് ചെയ്യണം. സോ ഡ്രെയിനേജ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഡ്രെയിനേജ് ഏരിയാസ് ഒക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അതിനനുസരിച്ചാണ് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ, ഇഫ് എ ഫോറിൻ ടെറിട്ടറി കംസ് അക്രോസ് എ സ്ട്രേറ്റ് അലൈൻമെന്റ് വി വിൽ ഹാവ് ടു ഡീവിയേറ്റ് ദ അലൈൻമെന്റ് അറൌണ്ട് ദ ഫോറിൻ ലാൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രെയിനേജിൽ പറഞ്ഞ എന്താണ്? ഡ്രെയിനേജിൽ പറഞ്ഞ എന്താണ്? നമുക്ക് ഒരു അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഡ്രെയിനേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അലൈൻമെന്റ് സെലക്ട് ചെയ്യണം. ദെൻ പൊളിറ്റിക്കലിൽ പറയുന്നത് എന്താണ്? ഫോറിൻ ടെറിട്ടറി കൂടെ നമ്മളൊരു അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോറിൻ ടെറിട്ടറി കൂടെയാണ് നമ്മുടെ അലൈൻമെന്റ് പാസ് ചെയ്യണമെങ്കിൽ നമ്മളത് ഡീവിയേറ്റ് ചെയ്ത് വിടണം. ഓക്കെ, സോ അങ്ങനെ ഒരു റൂട്ട് സെലക്ട് ചെയ്യാൻ പാടില്ല, ഡീവിയേറ്റ് ചെയ്ത് വിടണം. ഓക്കെ, നമ്മൾ ഫോറിൻ ടെറിട്ടറി കൂടെയാണ് സ്ട്രേറ്റ് പാത്ത് പോകുന്നെങ്കിൽ, സോ നമ്മൾ അലൈൻമെന്റ് സെലക്ട് ചെയ്യുമ്പോൾ സ്ട്രേറ്റ് പാത്ത് പോകുന്നത് ഫോറിൻ ടെറിട്ടറി കൂടെ ആണെങ്കിൽ ദെൻ നമ്മൾ അതിനെ ഡീവിയേറ്റ് ചെയ്തിട്ട് അലൈൻമെന്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മോണോട്ടോണി. ഓക്കെ, മോണോട്ടോണി എന്ന് പറയുന്നത് എന്താണ്? സോ നമ്മളിപ്പം വെഹിക്കിൾ യൂസേഴ്സ് ഒരു സ്ട്രേറ്റ് ആൻഡ് സ്മൂത്ത് പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ്, റോഡ് അലൈൻമെന്റ് കൊടുക്കുകയാണെങ്കിൽ സോ ആ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഡ്രൈവേഴ്സിന് ഓടിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. സോ വെഹിക്കിളിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. സോ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഒരു എന്താണ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആക്സിഡൻസ് ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ എന്താണ് ഡ്രൈവേഴ്സ് ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്താണ് സംഭവിക്കുന്നത്? ആക്സിഡൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പാത്ത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. സോ ഫോർ എ ഫ്ലാറ്റ് ടെറൈൻ it is possible to provide a straight alignment. Okay, ഫ്ലാറ്റ് ടെറൈനിലാണെങ്കിൽ നമ്മൾ എന്താണ് സ്ട്രേറ്റ് അലൈൻമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അന്നേരം എന്ത് സംഭവിക്കും? it will be monotonous for the driving. Then hence a slight bend may be provided after a few kilometers. So ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ ഒറ്റയടിക്ക് സ്ട്രേറ്റ് പാത്ത് കൊടുക്കാൻ പാടില്ല. അതിന്റെ ഇടയ്ക്ക് സ്ട്രേറ്റ് പാത്തിന്റെ ഇടയ്ക്ക് ചെറിയ പ്രൊജക്ഷൻസ് ഒക്കെ കൊടുക്കണം. ഓക്കെ, സോ hence a slight bend may be provided after a few kilometers. Okay, so a few kilometers of straight road to keep the drivers alert by breaking the monotony. So ഒരു സ്ട്രേറ്റ് പാത്ത് കഴിഞ്ഞു കഴിയും, കുറച്ച് കിലോമീറ്റേഴ്സ് ഓഫ് സ്ട്രേറ്റ് പാത്ത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്താണ് നമ്മൾ ചെറിയ പ്രൊജക്ഷൻസ് ഒക്കെ കൊടുക്കണം. സോ എന്നാലാണ് ഡ്രൈവേഴ്സിനെ അലേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഹൈഡ്രോളജിക്കൽ വരുന്നത് റെയിൻഫാൾ ഓർ വാട്ടർ ടേബിൾ. സോ ആ ഒരു ഏരിയയിലുള്ള റെയിൻഫാൾ കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ്, ദെൻ അവിടുത്തെ വാട്ടർ ടേബിൾ ലെവൽ എങ്ങനെയാണ്, ഫ്ലഡി കണ്ടീഷൻസ് ഒക്കെ ആണോ, സോ അങ്ങനത്തെ ഉള്ള ഇതൊക്കെ ഹൈലി സാച്ചുറേറ്റഡ് ആണോ, ദെൻ സ്റ്റെബിലിറ്റി എങ്ങനെയൊക്കെയാണ്, അലൈൻമെന്റ് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്താലും അവിടെ സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, സോ ഗ്രൗണ്ട് വാട്ടർ, സർഫസ് വാട്ടർ കണ്ടീഷൻസ്, ദെൻ വാട്ടർ ടേബിൾ ലെവൽസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടത്താവുള്ളൂ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് സ്പെഷ്യൽ കൺസിഡറേഷൻ ഫോർ ഹില്ലി ഏരിയാസ്. ഓക്കെ, ഹില്ലി ഏരിയാസിൽ വരുന്ന നെക്സ്റ്റ് കൺസിഡറേഷൻസ് ആണ് ഇനി പറയുന്നത്. സോ സ്റ്റെബിലിറ്റി ഓഫ് ദ സ്ലോപ്സ്. That is, for hilly areas, road should be aligned through the side of the hill that is stable. Okay, so നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഹില്ലി ഏരിയാസിൽ നമ്മൾ റോഡ് അലൈൻമെന്റ് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ
ടണൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഹിൽസിന് റൗണ്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഹിൽസിന് അറൗണ്ട് ആയിട്ട് നമ്മൾ റോഡ്സ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ അന്നേരം എന്താണ് ടണൽസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, സോ ദെൻ സ്റ്റെബിലിറ്റി കണ്ടീഷനും സൈറ്റ് കണ്ടീഷൻസിനൊക്കെ അനുസരിച്ചായിരിക്കണം നമ്മൾ ഈ ടണൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ദെൻ അപ്പോൾ നമ്മൾ എന്താണ് ഹിൽസിന് ചുറ്റും നമ്മൾ റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അവിടുത്തെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ ആണ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ അതിൽ ഹിൽസിന് ചുറ്റും നമ്മൾ റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് ദ സ്ലോപ്സ്. ഓക്കെ, സോ ദ ഫോർ ഹില്ലി ഏരിയാസ് the roads should be aligned through the sides of the hills that is stable ആയിട്ടുള്ള പൊസിഷൻസിൽ കൂടെ വേണം നമ്മൾ അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കോമൺ പ്രോബ്ലംസ് വിത്ത് ദ ഹില്ലി ഏരിയാസ് ഈസ് ദാറ്റ് ദ ലാൻഡ് സ്ലൈഡ്. ഓക്കെ, സോ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലാൻഡ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ എന്താണ് സ്റ്റേബിൾ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ വർക്ക്സ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അത് വരുമ്പം അന്നേരം കോസ്റ്റ്ലി ആയിരിക്കും. സോ സ്റ്റെബിലിറ്റി വർക്ക്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്താണ് കോസ്റ്റ്ലി ആയിരിക്കും. ദെൻ പ്രൊട്ടക്ഷൻസ് ഒക്കെ കൊടുക്കുക. ദെൻ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ എന്താണ് സ്റ്റെബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ കോമൺ പ്രോബ്ലംസ് വിത്ത് ദ ഹില്ലി ഏരിയസ് ഈസ് ദാറ്റ് ലാൻഡ് സ്ലൈഡ്. ദെൻ excessive cuttings and fillings of the road construction gives way to steepening of the slopes, which in turn will affect the stability. Okay, so excessive cutting and ഫില്ലിങ് വരുമ്പോഴത്തേനും, സോ എക്സസീവ് ആയിട്ട് കട്ടിങ് ആൻഡ് ഫില്ലിങ് വരുമ്പോഴത്തേനും എന്താണ് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്സ് ക്രിയേറ്റ് ചെയ്യും. അത് കാരണം എന്ത് സംഭവിക്കും? അതിന്റെ സ്റ്റെബിലിറ്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, സോ എക്സസീവ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എക്സസീവ് ആയിട്ട് സ്റ്റീപ്പ് സ്ലോപ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? എക്സസീവ് കട്ടിങ് ആൻഡ് ഫില്ലിങ് വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ദെൻ സ്റ്റീപ്പ് സ്ലോപ്സ് ക്രിയേറ്റ് ചെയ്യും, അത് സ്റ്റെബിലിറ്റിനെ തന്നെ അഫക്ട് ചെയ്യും. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ പ്രോപ്പർ പ്രൊട്ടക്ഷൻ വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് വേണം കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ അലൈൻമെന്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരുപാട് കർവ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റീപ്പ് സ്ലോപ്സ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ വേണം അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഹിൽ സൈഡ് ഡ്രെയിനേജ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഹിൽ സൈഡ് ഡ്രെയിനേജ്. സോ ഡ്രെയിനേജ്, പ്രോപ്പർ ഡ്രെയിനേജ് ഹിൽ സൈഡ് ഹില്ലില് എന്താണ് ഡ്രെയിനേജ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സ്റ്റെബിലിറ്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, സാച്ചുറേറ്റഡ് ആയിട്ട് എന്താണ് സോയിൽ മാസിന് ലാൻഡ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് കൊടുക്കണം. ഓക്കെ, സോ അഡ്വക്കേറ്റ് ഡ്രെയിനേജ് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് across the roads. Okay, adequate drainage facilities should be provided across the roads. Okay, roadsന് across ആയിട്ട് എന്താണ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് കൊടുക്കണം. Then attempts should be made to align the road in such a way to where the number of cross drainage structures required are minimum. Okay, the attempt should be made to align the roads in such a way where the number of cross drainage structures required is minimum. Okay, number of cross drainage structures മിനിമം ആയിരിക്കണം. ഓക്കെ, ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ് മിനിമം ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം. ദിസ് വിൽ റെഡ്യൂസ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. സോ നമുക്ക് എന്താണ് പറയുന്നത്? ദെൻ കൺസ്ട്രക്ഷൻ ക്രോസ് ഡ്രെയിനേജ് മിനിമം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ സെറ്റ് ചെയ്താൽ എന്താണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് സ്പെഷ്യൽ ജോമെട്രിക്കൽ സ്റ്റാൻഡേർഡ്സ്. മിനിമൈസ് സ്റ്റീപ്പ് ഗ്രേഡിയന്റ് ഹെയർപിൻ ബെൻസ്. ഓക്കെ, സോ സ്റ്റീപ്പ് ഗ്രേഡിയൻസിനെ മിനിമൈസ് ചെയ്യുക. ഓക്കെ, സ്റ്റീപ്പ് ഗ്രേഡിയൻസ് ഒക്കെ കുറച്ച് കൊടുക്കുക. ഓക്കെ, സ്റ്റീപ്പ് ഗ്രേഡിയൻസ് ഒക്കെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. ദെൻ ഹെയർപിൻ ബെൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക. സോ അതാണ് അടുത്ത പറയുന്നത്. ദെൻ ഇൻഎഫക്റ്റീവ് റൈസ് ആൻഡ് ഫാൾ. ഓക്കെ, സോ ഇഫോർട്ട് ഷുഡ് ബി മെയ്ഡ് ടു കീപ് ദ ഇൻഎഫക്റ്റീവ് റൈസ് ആൻഡ് എക്സസീവ് ഫാൾ ഇസ് മിനിമം. സോ ഒരുപാട് റൈസ് അല്ലെങ്കിൽ ഒരുപാട് ഫാള്, ഓക്കെ, അതായത് ഡിഫറെന്റ് ലെവൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഗ്രേഡിയൻ ചേഞ്ചസ് ഒരുപാടൊന്നും വേരി ചെയ്യാതെ കൊടുക്കുക. ഓക്കെ, സോ അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് സർവീസ് ഫോർ ഹൈവേ ലൊക്കേഷൻ. ഓക്കെ, എഞ്ചിനീയറിംഗ് സർവീസ് ഫോർ ഹൈവേ ലൊക്കേഷൻ. ഹൈവേ ലൊക്കേഷന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് സർവീസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നതാണ് മാപ്പ് സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് റീകോയിൻസൻസ്. ഓക്കെ, reconnaissance. Okay, reconnaissance. So first one is map study, then reconnaissance,
then preliminary service, then final location and detailed service. Final ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവീസ്. സോ മാപ്പ് സ്റ്റഡിക്കകത്ത് എന്താണ് വരുന്നത്? മാപ്പ് സ്റ്റഡിക്കകത്ത് എന്ത് വരും? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഏരിയനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന അലൈൻമെന്റിന് അനുസരിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ നടത്താൻ പറ്റും. ദെൻ അവിടുത്തെ കോണ്ടൂർ ഇന്റർവെല്, ദെൻ അതിനനുസരിച്ച് ഓരോ ലെവൽസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓരോ ലെവൽ കണ്ടീഷൻസ്, ഓക്കെ, ഓരോ ഏരിയയുടെ ലെവൽ ഡിഫറൻസ് അറിയാൻ പറ്റും നമുക്ക്. ദെൻ ഹൈഡ്രോളജിക്കൽ സ്റ്റഡീസ്, ദെൻ അവിടുത്തെ റിവേഴ്സ്, ദെൻ മൗണ്ടൻസ്, സ്ലോപ്സ്, ഹിൽസ്, ഇതൊക്കെ നമുക്ക് എന്താ മാപ്പ് സ്റ്റഡി യൂസ് ചെയ്തിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് റെക്കഗ്നൈസൻസ്. ഓക്കെ, റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിലിമിനറി സ്റ്റഡി എന്ന് ഉള്ള രീതിയിൽ പറയാം. ഓക്കെ, റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു സൈറ്റിനെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സൈറ്റ് നമ്മൾ കാണുന്നു. സോ സൈറ്റ് കണ്ടു കഴിയുമ്പോൾ എന്താണ്, ക്ലീനോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ ലെവൽസ് ഒക്കെ മെഷർ ചെയ്യുന്നു. സോ ഒരുപാട് ലെവൽ വേരിയേഷൻസ് ഒക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യില്ല. ദെൻ വാട്ടർ ബോഡീസ് ഒക്കെ വരുന്ന ഏരിയാസ് ഒക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് നോക്കും. അല്ലാതെ ടെസ്റ്റുകളോ അല്ലെങ്കിൽ മെഷർമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല. അല്ലാതെ നമ്മൾ ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പ്രൈമറി സ്റ്റഡീനെയാണ്, പ്രിലിമിനറി സ്റ്റഡീനെയാണ് എന്നു പറയുന്നത് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് റെക്കഗ്നൈസൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പ്രിലിമിനറി സർവേ. സോ ഈ പ്രിലിമിനറി സർവേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടേപ്പ്, ദെൻ ചെയിന്, ദെൻ തിയോഡലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ ഏരിയ, അവിടുത്തെ മെഷർമെന്റ്സ് എടുക്കും. ഓക്കെ, മെഷർമെന്റ്സ് എടുക്കും. അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ലെവൽ ചേഞ്ചസ് ഒക്കെ മെഷർ ചെയ്യും. ദെൻ അതിനെയാണ് എന്ത് പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഫൈനൽ ലൊക്കേറ്റഡ് ആൻഡ് ഡീറ്റെയിൽഡ് സർവേ. സോ ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേക്കകത്ത് എന്താ പറയുന്നത്? നമ്മൾ ഓൾറെഡി പ്രിലിമിനറി സർവേ വഴി നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സ്, കുറെ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യും. സോ ആ പോയിന്റ്സ് നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഫൈനൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഫൈനൽ ലൊക്കേഷൻ നടത്തുന്നു. ദെൻ ഡീറ്റെയിൽഡ് സർവേ. ഓക്കെ, അതിനുശേഷം അതിന്റെ സോയിൽ കണ്ടീഷൻസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് സർവേ നടത്തുന്നതാണ് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേക്കകത്ത് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ മാപ്പ് സ്റ്റഡി. സോ മാപ്പ് സ്റ്റഡിക്കകത്ത് എന്തായിരുന്നു പറഞ്ഞത്? മാപ്പ് സ്റ്റഡിക്കകത്ത് ഓരോ ലെവൽ ഡിഫറൻസ് അറിയാൻ പറ്റും. കോണ്ടൂർ ഇന്റർവെലിനൊക്കെ അനുസരിച്ചുള്ള മാപ്പ് സ്റ്റഡീസ്. ദെൻ ലെവൽ ഡിഫറൻസ് അറിയാൻ പറ്റും. ദെൻ ഹില്ലി ഏരിയാസ്, റിവർ പോർഷൻസ്, ദെൻ സ്റ്റീപ്പ് സ്ലോപ്സ്, ദെൻ വാലീസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു മാപ്പ് സ്റ്റഡി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഗ്രൗണ്ട് വാട്ടർ ടേബിള്, സർഫസ് വാട്ടർ ടേബിള്, ഓക്കെ, സർഫസ് വാട്ടർ പൊസിഷൻസ്, ദെൻ അതൊക്കെ നമുക്ക് വാട്ടർ ടേബിൾ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ with the help of topographic maps it is the possible to suggest the likely routes of the road. Okay, with the help of a topographic maps യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റോഡ്സിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, then in India topographic maps are available from the Survey of India with a 15 to 30 meter contour interval. So ടോപ്പോഗ്രാഫിക് മാപ്സ് എങ്ങനെയാണ് ലഭിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യയിലെ 15 to 30 മീറ്റർ കോണ്ടൂർ ഇന്റർവൽസ്, 15 to 30 മീറ്റർ കോണ്ടൂർ ഇന്റർവൽസ് ആയിരിക്കും നമുക്ക് മാപ്സ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ദ മെയിൻ ഫീച്ചർ ലൈക്ക് എന്തൊക്കെ നമുക്ക് ഈ മാപ്സിൽ കിട്ടും? റിവേഴ്സിന്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും. ദെൻ ഹിൽസിന്റെ പൊസിഷൻ അറിയാൻ പറ്റും. ദെൻ വാലീസ്, ഇതിന്റെയൊക്കെ ലൊക്കേഷൻ ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ഷോൺ ഇൻ ദിസ് ടൈപ്പ് ഓഫ് മാപ്സ്. ഓക്കെ, ഇത്രയാണ് മാപ്പ് സ്റ്റഡിക്കകത്ത് നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ ടോപ്പോഗ്രാഫിക് മാപ്സ് ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രം ദ സർവേ ഓഫ് ഇന്ത്യ വിത്ത് 15 to 30 മീറ്റർ കോണ്ടൂർ ഇന്റർവൽ. ദെൻ റിവേഴ്സ്, ഹിൽസ്, വാലീസ് ഒക്കെ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് റെക്കഗ്നൈസൻസ്. ഓക്കെ, റെക്കഗ്നൈസൻസിൽ എന്താണ് പറയുന്നത്? റെക്കഗ്നൈസൻസിൽ നമ്മൾ പ്രിലിമിനറി സ്റ്റഡീസ് ആണ് നടത്തുന്നത്. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന ഡേറ്റാസിനെയാണ് എന്തെന്ന് പറയുന്നത്? റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റാപ്പിഡ് ആൻഡ് റഫ് സർവേ. ഓക്കെ, ഇറ്റ് ഈസ് റാപ്പിഡ് ആൻഡ് റഫ് സർവേ. ഓക്കെ, റാപ്പിഡ് പെട്ടെന്ന് നടത്തുന്ന സ്റ്റഡി. ഓക്കെ, റാപ്പിഡ് ആൻഡ് റഫ് സർവേ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ആയിരിക്കും ഈ റെക്കഗ്നൈസൻസിൽ വരുന്നത്. Okay, during the survey, the physical characteristics of the areas
are inspected and proposed routes is thoroughly examined. Okay, during the survey, okay, ഈ സർവേയുടെ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഏരിയ. ഓക്കെ, ഒരു ഏരിയ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കും. ഓക്കെ, ദെൻ ഓഫ് ദ ഏരിയ ആർ ഇൻസ്പെക്ടഡ് ആൻഡ് പ്രപ്പോസ്ഡ് റൂട്ട്സ് ഈസ് തറവലി എക്സാമിൻഡ്. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന റൂട്ട്സ് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തും. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഡൺ വിത്തൗട്ട് അക്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ്. ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ്സ്. സോ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ സ്റ്റഡീസ് നടത്തുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നടത്തുന്ന ഒരു സ്റ്റഡിയാണ് റെക്കഗ്നൈസൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ക്ലീനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്. ഓക്കെ, ക്ലീനോമീറ്റർ ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്ലോപ്സ് ഓഫ് ദ ഗ്രൗണ്ട്. ഓക്കെ, ക്ലീനോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ലോപ്സ് മെഷർ ചെയ്യും. ഓക്കെ, സ്ലോപ്സ് ഡിറ്റർമൈൻ ചെയ്യും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് additional information not available in the topographical maps. Okay, so നമുക്ക് ടോപ്പോഗ്രാഫിക്കൽ മാപ്സിൽ നിന്ന് കിട്ടാത്ത അഡീഷണൽ ഡേറ്റാസ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ഈ റെക്കഗ്നൈസൻസ് സർവേയിൽ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു സ്റ്റഡി ദ ഫീസിബിലിറ്റി ആൻഡ് പ്രാക്ടിക്കബിലിറ്റി ഓഫ് ദ പ്രപ്പോസ്ഡ് റൂട്ട്. സോ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ആ റൂട്ടിന്റെ ഫീസിബിലിറ്റി, ദെൻ അതിന്റെ പ്രാക്ടിക്കബിലിറ്റി, നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ഒരു ഇതാണ് പ്രാക്ടിക്കബിലിറ്റി ആൻഡ് ഫീസിബിലിറ്റി ആണ് നമുക്ക് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, റെക്കഗ്നൈസൻസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ടു ദ മിനിമം ടു സെലക്ട് ദ ബെസ്റ്റ് 2 or 3 റൂട്ട്സ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള റൂട്ട്സിൽ നിന്ന് നമുക്ക് ഒരു റോഡ് അലൈൻമെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2-3 സൈറ്റുകൾ കാണും, 2-3 റൂട്ട്സ് കാണും. ഓക്കെ, 2-3 പ്രപ്പോസ്ഡ് റൂട്ട്സ് കാണും. സോ അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റെക്കഗ്നൈസൻസ് സർവേ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് പ്രിലിമിനറി സർവേ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രിലിമിനറി സർവേ. ദിസ് സർവേ ക്യാൻ ബി സ്റ്റാർട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കഗ്നൈസൻസ്. ഓക്കെ, സോ നമ്മൾ റെക്കഗ്നൈസൻസ് നടത്തി, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റഡി നടത്തി, അതിനുശേഷം നമ്മൾ നടത്തുന്നതാണ് പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിലിമിനറി സർവേയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടേപ്സ്, തിയോഡലൈറ്റ്, ദെൻ ചെയിന് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുകയാണ് പ്രിലിമിനറി സർവേയിൽ നടത്തുന്നത്. ഓക്കെ, ദിസ് സർവേ ക്യാൻ ബി സ്റ്റാർട്ടഡ് ഓൺ ദ ബേസ് ഓഫ് റെക്കഗ്നൈസൻസ്. ഓക്കെ, റെക്കഗ്നൈസൻസിന് സ്റ്റഡീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രിലിമിനറി സ്റ്റഡീസ് സർവേ നടത്തുന്നത്. ഓക്കെ, then it consists of detailed survey of the alternative routes selected from the reconnaissance. So നമ്മൾ reconnaissance വഴി ഒരു suitable sites, suitable routes നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 2 or 3 റൂട്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ 2 or 3 റൂട്ട്സിന്റെ എന്താണ് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തും. ഡീറ്റെയിൽഡ് സ്റ്റഡി സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെക്കഗ്നൈസൻസ് എന്തായിരുന്നു? 2 or more റൂട്ട്സ് കണ്ടുപിടിക്കും. ഓക്കെ, ബെസ്റ്റ് ആയിട്ടുള്ള 2 or more റൂട്ട്സ് കണ്ടുപിടിക്കും. ദെൻ പ്രിലിമിനറി സർവേ എന്താണ്? ആ 2 or more റൂട്ട്സിൽ നിന്ന് എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽഡ് സർവേ ഓഫ് ദ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് സെലക്ടഡ് ഫ്രം ദ റെക്കഗ്നൈസൻസ്. ഓക്കെ, ഡീറ്റെയിൽഡ് സർവേ ആണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിംഗ് ദ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ചെയിൻ, കോമ്പസ്, ടേപ്പ്, ലെവൽ ആൻഡ് തിയോഡലൈറ്റ്. സോ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ചെയിൻ യൂസ് ചെയ്യാം, ദെൻ കോമ്പസ് യൂസ് ചെയ്യുന്നു, ദെൻ ടേപ്പ്, ലെവല്, തിയോഡലൈറ്റ്. ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയസ് മെഷർമെന്റ്സ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പ്രിലിമിനറി സർവേയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു സെലക്ട് ദ ബെസ്റ്റ് റൂട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെക്കഗ്നൈസൻസ് വഴി നമ്മൾ ഒന്നിൽ കൂടുതൽ റൂട്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റൂട്ട്സിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റൂട്ട്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രിലിമിനറി സർവേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടു ഡിറ്റർമൈൻ ദ സെൻട്രൽ ലൈൻ ടു ബി ഫോളോഡ്. ഓക്കെ, ടു ഡിറ്റർമൈൻ ദ സെൻട്രൽ ലൈൻ ടു ബി ഫോളോഡ്. സോ നമ്മൾ ഒരു അലൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെൻട്രൽ ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ അലൈൻമെന്റ് എവിടെയാണ്, അതായത് സെൻട്രൽ ലൈൻ ഏതാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് സെറ്റ് ചെയ്യണത് ഏതിലായിരിക്കും? പ്രിലിമിനറി സർവേയിലായിരിക്കും. ഓക്കെ, ദെൻ അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, സെൻട്രൽ ലൈൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിലിമിനറി സർവേസ് നമ്മൾ ചെയ്യുന്നു. ദെൻ ടു കളക്ട് ദ അഡീഷണൽ ഇൻഫോർമേഷൻ found necessary after
റെക്കനൈസൻസ്. സോ റെക്കനൈസൻസിൽ എന്താണ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിലിമിനറി സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ. ഓക്കെ, ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ ആണ് നെക്സ്റ്റ്. സോ ഇതിലെന്താണ് പറയുന്നത്, ദ അലൈൻമെന്റ് ഫൈനലൈസ്ഡ് ആഫ്റ്റർ the preliminary survey is to first located on the field by establishing the center line. Okay, so ഈ ഒരു കേസിലാണ് എന്ത് സെന്റർ ലൈൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രിലിമിനറി സർവേയിൽ സെന്റർ ലൈന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താണ്, ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേക്കകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ലൊക്കേറ്റ് ചെയ്ത, അതായത് പ്രിലിമിനറി സർവേ വഴി നമ്മൾ ലൊക്കേറ്റ് ചെയ്ത സെന്റർ ലൈനെ നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. ഓക്കെ, സെന്റർ ലൈനെ സെറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ വേറെ എല്ലാ പോയിന്റ്സിനെയും കൊണ്ടേ ഗ്രൗണ്ടിൽ കൊണ്ടേ സെറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഫൈനൽ ലൊക്കേഷൻ ഡീറ്റെയിൽ സർവേക്കകത്ത് വരുന്നത്. ഓക്കെ, സോ ദ അലൈൻമെന്റ് ഫൈനലൈസ്ഡ് ആഫ്റ്റർ പ്രിലിമിനറി സർവേ ഈസ് ടു ഫസ്റ്റ് ലൊക്കേറ്റഡ് ഓൺ ദ ഫീൽഡ് ബൈ എസ്റ്റാബ്ലിഷ്ഡ് സെന്റർ ലൈൻ. ഓക്കെ, സെന്റർ ലൈൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മുടെ അലൈൻമെന്റിനെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, then this is done accurately by using instruments. So instruments യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെന്റർ ലൈനെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, then the final routes selected after the preliminary survey is surveyed and located on the ground. Okay, so the final route selected after preliminary survey. So preliminary surveyക്ക് ശേഷം നമ്മൾ ഒരു സെന്റർ ലൈൻ സെറ്റ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ സെന്റർ ലൈനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് സർവേക്കകത്ത്. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഫൈനൽ റൂട്ടിനെ സെലക്ട് ചെയ്ത ഫൈനൽ റൂട്ടിനെ നമ്മൾ എന്താണ് ലൊക്കേറ്റ് ചെയ്യണം, ഗ്രൗണ്ടിൽ നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഒരു റൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, അലൈൻമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെന്റർ ലൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെന്റർ ലൈനെ നമ്മൾ എവിടെയാണ്, ഗ്രൗണ്ടിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് സർവേക്കകത്ത്. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ടു എക്സ്റ്റാബ്ലിഷ് എ ടെമ്പററി ബെഞ്ച് മാർക്ക്, ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ടു കളക്ട് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ വർക്കിംഗ് ഡ്രോയിങ്സ്. ഓക്കെ, വർക്കിംഗ് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ദ പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഡിസൈൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിനെ ഡിസൈന് വേണ്ടിയിട്ട്. ദെൻ പ്രിപ്പയറിംഗ് സ്പെസിഫിക്കേഷൻ ആൻഡ് ലാൻഡ് അക്വിസിഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഫൈനൽ ലൊക്കേഷന്റെ ഡീറ്റെയിൽഡ് സർവേ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഫൈനൽ ലൊക്കേഷൻ ഡീറ്റെയിൽഡ് സർവേയിലുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ് പറയുന്നത്, എസ്റ്റാബ്ലിഷ് ടെമ്പററി ബെഞ്ച് മാർക്സ്. ഓക്കെ, ടെമ്പററി ബെഞ്ച് മാർക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടെമ്പററി ബെഞ്ച് മാർക്സ് എന്തിനു വേണ്ടിയിട്ടാണ്, ദെൻ ടെമ്പററി ബെഞ്ച് മാർക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ടു കളക്ട് ഇൻഫർമേഷൻ, എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദറ്റ് ഈസ് വർക്കിംഗ് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, സോ വർക്കിംഗ് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയമെൻഷൻസ്, ഇൻഫർമേഷൻസ്, ദെൻ ഡീറ്റെയിൽഡ് സർവേക്ക് വേണ്ടിയിട്ടുള്ളത്, ദെൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ കൺസ്ട്രക്ഷൻ ഡിസൈനിന് വേണ്ടിയിട്ടുള്ളത്, ദെൻ ഡിസൈൻ പ്രിപ്പയറിംഗ് സ്പെസിഫിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള, ദെൻ ലാൻഡ്, എന്തൊരു ലാൻഡ് മേടിക്കണം, ഓക്കെ, ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്തൊരു ലാൻഡ് അക്വയർ ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ.